ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. സൈലത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. RRB ഗ്രൂപ്പ് ഡി 2025 പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ട് കുറച്ചായി. ആ ഒരു പരീക്ഷയെ പറ്റി ഒരുപാട് വീഡിയോ സൈലം നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരുന്നു. എങ്ങനെയാണ് ആ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യേണ്ടത്, ഏതൊക്കെ സോണുകളിലാണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വേണ്ടി വരുന്നത്, നിങ്ങൾ ഒരുപാട് സംശയങ്ങൾ ആ വീഡിയോയുടെ കീഴിൽ ചോദിച്ചിരുന്നു. ആ സംശയങ്ങൾക്കെല്ലാം ഉത്തരം ലഭിച്ചു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഓരോ വീഡിയോയ്ക്ക് താഴെയും നിങ്ങൾ ചോദിച്ചിരുന്ന ഒരു ഇതുവരെ ഉത്തരം ലഭിക്കാത്ത ഒരു ചോദ്യമാണ്, ഞങ്ങൾക്ക് ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യാമോ? ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഞങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കാം? കാരണം RRB ഗ്രൂപ്പ് ഡി പരീക്ഷ കുറച്ച് വർഷങ്ങൾ കൂടിയാണ് നടക്കുന്നത്. രണ്ടാമത്തെ കാര്യം 10th ആണ് അതിന് എലിജിബിലിറ്റി പറയുന്നത്. മൂന്നാമത്തെ കാര്യം 36 വയസ്സ് വരെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. കോവിഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഏജ് റിലാക്സേഷൻ വന്നതുകൊണ്ട് തന്നെ അപ്പോൾ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് എല്ലാവരുടെയും മുമ്പിൽ ഇരിക്കുന്നത്. തരക്കേടില്ലാതെ പഠിച്ചാൽ ക്ലിയർ ആവാൻ കഴിയുന്ന അത്യാവശ്യം എളുപ്പമുള്ളൊരു പരീക്ഷയാണ് RRB ഗ്രൂപ്പ് ഡി. അപ്പോൾ നിങ്ങൾ എല്ലാവരും സീരിയസ് ആയിട്ട് തന്നെ പഠിക്കാനിരിക്കുന്നവരാണ്. എങ്ങനെ നിങ്ങൾക്ക് വൃത്തിക്ക് ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാം എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്നാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുക, 7 മണി വരെ പഠിക്കുക, എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ്, രാത്രി 10 മണിക്ക് ഉറങ്ങുക, ആ ഒരു കാര്യമായിരിക്കില്ല ഞാൻ പറഞ്ഞിരുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പണ്ട് പ്ലാനിംഗ് കമ്മീഷൻ പറഞ്ഞ പോലെ ഒരു പ്ലാൻ എല്ലാവർക്കും, ജാർഖണ്ഡിനും കേരളത്തിനും മധ്യപ്രദേശിനും ബീഹാറിനും ഒക്കെ ഒരേ പ്ലാൻ തന്നെയാവും. അങ്ങനെ ചെയ്താൽ പറ്റില്ലല്ലോ. കാരണം ഓരോ സംസ്ഥാനങ്ങളുടെയും പ്രശ്നങ്ങൾ ഓരോന്നല്ലേ അല്ലെ? അപ്പൊ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ ഓരോന്നാണ്. നിങ്ങൾ ചിലപ്പോൾ ഫുൾ ടൈം പഠിക്കുന്നവരായിരിക്കാം, ചിലപ്പോൾ പാർട്ട് ടൈം ജോലിക്ക് പോകുന്നവരായിരിക്കാം, ചിലപ്പോൾ ഫുൾ ഡേ ജോലിക്ക് പോയിട്ട് വന്ന് പഠിക്കുന്നവരായിരിക്കാം, ചിലപ്പോൾ വീട്ടമ്മമാരായിരിക്കാം, ചിലപ്പോൾ കുട്ടികൾ നോക്കേണ്ട ആവശ്യം കാര്യങ്ങളുണ്ടാകും. അപ്പൊ നിങ്ങളുടെ പ്ലാൻ പ്രിപ്പയർ ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയായിരിക്കണം. നിങ്ങളുടെ പ്ലാൻ പ്രിപ്പയർ ചെയ്യേണ്ടത്. കാരണം നിങ്ങളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും നിങ്ങളെക്കാൾ നല്ലപോലെ അറിയാവുന്നവർ ആരുമില്ല. എങ്ങനെ ഒരു പ്ലാൻ നല്ലപോലെ പ്രിപ്പയർ ചെയ്യണം, അതിന് വേണ്ട കുറച്ച് മാനദണ്ഡങ്ങൾ, എന്തൊക്കെയാണ് ആ ക്രൈറ്റീരിയ എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ആദ്യമേ പറയുകയാണ്, ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം. അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ മനസ്സിലാക്കുക, ലാസ്റ്റ് ഡേറ്റ് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മാർച്ച് മാസം 1-ാം തീയതി വരെ നമുക്ക് ഇനിയും 4-5 ദിവസം സമയമുണ്ട്. പാനിക്കാകാതെ വൃത്തിക്ക് നോക്കി അപ്ലൈ ചെയ്യുക. കുട്ടികൾ അപ്ലൈ ചെയ്യുന്ന സോൺസ്, ഇപ്പോൾ തിരുവനന്തപുരം വരാത്തത് കൊണ്ട് തന്നെ കൂടുതൽ പേരും ചെന്നൈയാണ് കൊടുത്തിട്ടുള്ളത്. ചെന്നൈ, ബാംഗ്ലൂർ, കുറച്ച് പേര് മുംബൈ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സോൺ ഏതാണ് എന്ന് നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. കാരണം ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത് ആ സോണിലാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, യെസ്. ഈ പരീക്ഷ എങ്ങനെയാണ് നടക്കുന്നത് അറിയില്ലാത്തവർക്ക് വേണ്ടിയാണ്. അറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് പോകും. അറിയില്ലാത്തവർക്ക് വേണ്ടി ഒരൊറ്റ സ്റ്റേജ് പരീക്ഷയുള്ള ഒരൊറ്റ സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണുള്ളത്. അത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും, അല്ലാതെ നമുക്ക് വേറെ റിട്ടൺ പരീക്ഷകളും കാര്യങ്ങളൊന്നുമില്ല. ആ പരീക്ഷ മിനിമം ക്വാളിഫയിങ് മാർക്ക് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത സ്റ്റേജിലേക്ക് പോകും. അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണ്. അതിൽ ഓട്ടോ ഉണ്ടാകും, വെയിറ്റ് എടുത്തുകൊണ്ട് ഇത്ര ദൂരം ഇത്ര സമയത്തിനുള്ളിൽ നടക്കുന്ന ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അത് ഓറല്ല, രണ്ടും ചെയ്യണം നിങ്ങൾ. അത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും 2 ക്രൈറ്റീരിയ ആണ്. അത് ഓൾറെഡി നമ്മുടെ ടീച്ചേഴ്സ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് ക്രൈറ്റീരിയ. അതുകൊണ്ട് ഞാൻ അതിലേക്ക് അധികം പോകുന്നില്ല. അതിനുശേഷം നിങ്ങളുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആയിരിക്കും. അതിനുശേഷം ഒരു ഡീറ്റെയിൽഡ് മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാകും. അപ്പൊ നിങ്ങൾ എഴുതി പാസ്സാകേണ്ട പരീക്ഷ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആകെ ഒരെണ്ണേ ഉള്ളൂ. ആ പരീക്ഷയെ പറ്റി വളരെ ബ്രീഫായിട്ട് പറഞ്ഞുതരാം. 100 ചോദ്യങ്ങളുണ്ടാകും, 90 മിനിറ്റും ഉണ്ടാകും. അപ്പൊ 100 ചോദ്യങ്ങളും 90 മിനിറ്റും എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക, ഒരു ചോദ്യത്തിന് നിങ്ങൾക്ക് 1 മിനിറ്റിൽ താഴെ, കഷ്ടി ഒരു 50-54 സെക്കൻഡാണ് നിങ്ങൾക്ക് ഒരു ചോദ്യത്തിന് കിട്ടുന്നത്. അതാദ്യം മനസ്സിലാക്കണം. 2, 100 ചോദ്യങ്ങൾ. ഈ 100 ചോദ്യങ്ങളിൽ നെഗറ്റീവ് മാർക്ക് ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. 1/3 മാർക്ക് നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ 100 ചോദ്യം കറക്റ്റ് ആയാൽ കിട്ടുന്നത് 1 മാർക്ക്, തെറ്റിയാൽ പോകുന്നത് 1/3, അതായത് 0.333333 അല്ലെ? അപ്പൊ നിങ്ങളുടെ പരീക്ഷയുടെ മാർക്ക് വരുന്നത് 100-ലായിരിക്കും. 100-ൽ എത്ര കിട്ടിയാൽ കയറും എന്നൊരു ഡൗട്ട് ഉണ്ടാകാം. കൃത്യമായ കട്ട് ഓഫ് വരണമെങ്കിൽ പരീക്ഷയുടെ എല്ലാ ഷിഫ്റ്റും കഴിയണം. എന്നാൽ റഫ്ലി ഏകദേശം ഒരു കട്ട് ഓഫ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനെപ്പറ്റി സെപ്പറേറ്റ് ഒരു വീഡിയോയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഈ ഒരു പരീക്ഷയുടെ പ്രത്യേകത റെയിൽവേ പരീക്ഷ പോലെ തന്നെ ഇംഗ്ലീഷ് നമുക്കില്ല. ഇപ്പൊ SSC പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ മനസ്സിലാക്കുക, ഇംഗ്ലീഷ് നമുക്കില്ല. 2, ബാക്കിയുള്ള പരീക്ഷകൾ, പല പരീക്ഷകളും പോലെ ജനറൽ സയൻസ്, ജനറൽ അവയർനെസിന്റെ ഭാഗമായിട്ടല്ല, ജനറൽ സയൻസിൽ നിന്നും മാത്രം നിങ്ങൾക്ക് 25 ചോദ്യങ്ങൾ ഉണ്ടാകും. ഓക്കെ, 100-ൽ 25 ചോദ്യങ്ങളും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇതിൽ നിന്നുമായിരിക്കും കേട്ടോ. അതുപോലെ ആപ്റ്റിറ്റ്യൂഡ്, മാത്തമാറ്റിക്സ് 25 ചോദ്യങ്ങൾ, 50 തീർന്നേ. റീസണിങ്ങിൽ നിന്ന് 30 ചോദ്യം ഉണ്ടാവും. അപ്പൊ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൊടുക്കേണ്ടത് റീസണിംഗ് ആണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റീസണിംഗ് ഓൾമോസ്റ്റ് എല്ലാവർക്കും എളുപ്പമാണ് അല്ലെ?
എല്ലാവർക്കും എളുപ്പമാണ്. അപ്പോൾ 30-ൽ 25, 24, 23 കിട്ടിയിട്ട് കാര്യമില്ല. എല്ലാവർക്കും എളുപ്പമായതുകൊണ്ട് 30-ൽ 30 അടിക്കുക എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ടാർഗറ്റ്. യെസ്, ഒടുവിലാണ് നമ്മുടെ ജനറൽ നോളജ് ഉൾപ്പെടുന്ന കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുന്ന ജനറൽ അവയർനെസ് എന്ന കറണ്ട് അഫയേഴ്സ് ഒരു 20 മാർക്കിന് വേണ്ടി വരുന്നത്. ഈ 20 മാർക്കിന് യൂഷ്വലി ഉള്ള പാറ്റേൺ നമ്മുടെ ഹിസ്റ്ററി, പോളിറ്റി, ജോഗ്രഫി, എക്കണോമിക്സ് തുടങ്ങിയ വിഷയങ്ങളിൽ നിന്ന് 10ഉം കറണ്ട് അഫയേഴ്സിൽ നിന്ന് 10ഉം, അല്ലെങ്കിൽ 12, 8, 8, 12 അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കും. ഹിസ്റ്ററി ഇൻ ന്യൂസ് അല്ലെങ്കിൽ എന്താണ് പോളിറ്റി ഇൻ ന്യൂസ്, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കും. അപ്പോൾ ഇവിടെ പറയാനുള്ളൊരു കാര്യം, ഈ പരീക്ഷ നിങ്ങളെ ക്ലിയർ ആക്കുക എന്നുള്ള കടമ്പയിൽ ഏറ്റവും കൂടുതൽ പണിയെടുക്കേണ്ട 2 മാഷന്മാർ, ഒന്ന് നമ്മുടെ അജയ് മാഷും ഒന്ന് നമ്മുടെ അരുൺ ബാലൻ മാഷുമാണ്. അതുകൊണ്ട് തന്നെ ജനറൽ സയൻസ് 25-ൽ ഉറപ്പായിട്ടും ഒരു 20, 22 എങ്ങനെ നേടാമെന്ന് നിങ്ങൾക്ക് മുമ്പ് ഒരു സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. എങ്ങനെയാണ് ജനറൽ സയൻസിൽ ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ഇതുവരെ ചോദിച്ചിട്ടുള്ളത്, എവിടെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. റീസണിങ്ങിനും തീർച്ചയായിട്ടും അരുൺ ബാലൻ മാഷ് 30-ൽ 30 തന്നെ എങ്ങനെ നേടാം. കാരണം നമുക്കറിയാം റീസണിങ് അത്യാവശ്യം നിങ്ങൾ വൃത്തിക്ക് പഠിച്ചു കഴിഞ്ഞാൽ 30-ൽ 30 നിങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കും. അതിനെ സംബന്ധിച്ച് മാഷ് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഈ 100-ല് കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് വെച്ച് നോക്കുമ്പോൾ ഇപ്രാവശ്യം വരുന്ന ഡിഫിക്കൽട്ടി വെച്ച് നോക്കുമ്പോൾ പറയുകയാണ് ഒരു 75 to 80. അതിന് മുകളിലൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നോക്കണ്ട. 75 to 80 ഉണ്ടെങ്കിൽ അഗൈൻ ഇത് 100% ആക്യുറേറ്റ് ആവാൻ വഴിയില്ല. ഞാൻ പറയുകയാണ് ഒരു 90% ആക്യുറസി മാത്രമേ ഇതിന് പ്രതീക്ഷിക്കുക. പരീക്ഷയും ഷിഫ്റ്റുകളെല്ലാം കഴിയുമ്പോഴേ നമുക്ക് എത്രത്തോളം കൃത്യമാണെന്ന് കുറെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു കട്ട് ഓഫ് പറയാൻ സാധിക്കുള്ളൂ. ഒരു 75 to 80 നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെങ്കിൽ, അതായത് 75 ചോദ്യങ്ങൾ കറക്റ്റായിട്ട് നെഗറ്റീവ് മാറി കറക്റ്റായിട്ട് മാർക്ക് കിട്ടുമെങ്കിൽ, അല്ലെങ്കിൽ 75 to 80 കിട്ടുമെങ്കിൽ നിങ്ങൾ സേഫാണ് കേട്ടോ. നിങ്ങൾ സേഫാണ്. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, 40% മാർക്ക് അൺറിസർവ്ഡ് കാറ്റഗറിയിലെ കുട്ടി, അല്ലെങ്കിൽ EWS 40%, OBC 30%, ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് 30%. അതായത് 30 മുതൽ 40 വരെ ഉണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ഏരിയയിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും. പക്ഷെ 40 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഇതും തമ്മിൽ കൺഫ്യൂസ് ചെയ്യരുത്. അടുത്ത ലെവലിലേക്ക് പോയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ലല്ലോ. ജോലി കിട്ടിയത് കൊണ്ട് മാത്രമേ നമ്മുടെ അക്കൗണ്ടിൽ ശമ്പളം വരുള്ളൂ അല്ലേ. ഫസ്റ്റ് സ്റ്റേജ് ക്ലിയർ ആയി, അല്ലെങ്കിൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ പോയതുകൊണ്ട് ശമ്പളം കിട്ടില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടത് 75 മുതൽ 80 മാർക്ക് വരെയാണ്. ഓക്കെ, സിലബസിലേക്ക് വരാം. മാത്തമാറ്റിക്സ് 25 മാർക്ക് നല്ല വൃത്തിക്ക് സിലബസ് തന്നിട്ടുണ്ട്. റീസണിങ് 30 മാർക്ക് ഇൻഡെപ്ത് ആയിട്ട് സിലബസ് തന്നിട്ടുണ്ട്. ജനറൽ സയൻസ് ഇൻഡെപ്ത് ആയിട്ട് സിലബസ് തന്നിട്ടില്ല. 10ാം ക്ലാസ്സിന്റെ ലെവലിൽ നിന്നും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അഥവാ ലൈഫ് സയൻസ് 10th സ്റ്റാൻഡേർഡ് ലെവലിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്ന എല്ലാ ചോദ്യങ്ങളും ചോദിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഇന്ന പോർഷൻസ് എന്ന് എടുത്ത് പറഞ്ഞിട്ടില്ല. ഡി, ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ്, സയൻസ് ആൻഡ് ടെക്നോളജി, സ്പോർട്സ്, കൾച്ചർ, പേഴ്സണാലിറ്റീസ്, എക്കണോമിക്സ്, പൊളിറ്റിക്സ് ആൻഡ് എനി അതർ സബ്ജക്ട് ഓഫ് ഇമ്പോർട്ടൻസ്. ഈ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ എൻ്റെ അടുത്ത് കുട്ടികൾ മെസ്സേജ് ചോദിച്ചു, പക്ഷേ ഇതിൽ ഹിസ്റ്ററി മെൻഷൻ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഹിസ്റ്ററി ഇല്ലേ. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് എടുത്തു പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ അതിൻ്റെ ആർട്ടിക്കിൾസ് നമ്മൾ ചോദിക്കില്ലേ. കൾച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട്. കൾച്ചർ അത് ആർട്ട് ആൻഡ് കൾച്ചർ ഇൻക്ലൂഡ് ആണോ, അത് മോഡേൺ ഇന്ത്യയുടേതാണോ, ഏൻഷ്യൻ ഇന്ത്യയുടേതാണോ, മെഡീവലിൻ്റെതാണോ? നിങ്ങൾ മനസ്സിലാക്കുക, ജനറൽ അവയർനെസ് പ്ലസ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് ഒരു പരീക്ഷയ്ക്കും നമുക്ക് ആധികാരികമായിട്ട് സിലബസ് തരാറില്ല. അവരെല്ലാവരും രക്ഷപ്പെടുന്ന ഒരു ക്ലോസ്, റീഡ് കെയർഫുള്ളി എന്ന് പറയില്ലേ, അതാണ് എനി അതർ സബ്ജക്ട് ഓഫ് ഇമ്പോർട്ടൻസ്. താഴെ തന്നിട്ടുണ്ട്. ഈ ലിസ്റ്റ് ഇല്ലുസ്ട്രേറ്റീവ് ആണ്, ഇത് എക്സോസ്റ്റീവ് അല്ല. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്തും ചോദിക്കാം എന്നുള്ളതാണ്. നിങ്ങൾ മാത്സിന്റെ സിലബസ് വെച്ച് നോക്കുക. നമ്പർ സിസ്റ്റം മുതൽ പൈപ്സ് ആൻഡ് സിസ്റ്റംസ്, അതായത് ടൈം ആൻഡ് വർക്ക് റിലേറ്റഡ് ഭാഗം, ഇതിനെ നിങ്ങൾ അരിത്തമെറ്റിക്സ് ബേസിക്സും അഡ്വാൻസ്ഡുമായിട്ട് തിരിക്കുക. അഡ്വാൻസ്ഡ് ഇല്ല എന്ന് ചിലർ പറയുന്നുണ്ട്. അല്ല, അഡ്വാൻസ്ഡ് ഉണ്ട്. ട്രിഗണോമെട്രി വരുന്നുണ്ട്, ജോമെട്രി വരുന്നുണ്ട്, ഓൾജിബ്ര വരുന്നുണ്ട്, നമ്പർ സിസ്റ്റം വരുന്നുണ്ട്, ബേസിക്സ് വരുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ റേഷ്യോ പ്രൊപ്പോർഷൻ പോലെ, അരിത്തമെറ്റിക്സ് പോലെ, പെർസെൻറ്റേജ് പോലെ നിങ്ങൾക്ക് വരുന്നുണ്ട്. റീസണിങ്ങിൽ വെർബൽ, നോൺ വെർബൽ റീസണിങ് വരുന്നുണ്ട്. അതിൽ ഓരോ ഭാഗവും വൃത്തിക്ക് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏത് ഭാഗത്താണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് അരുൺ ബാലൻ മാഷ് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോയിൽ പറഞ്ഞുതരും. കാരണം റീസണിങ്ങിന് 30 മാർക്ക് ഉള്ളതുകൊണ്ട് ഉറപ്പായിട്ടും സെപ്പറേറ്റ് വീഡിയോ ആവശ്യമാണ്. ഓക്കെ, മൂപ്പര ജോലി നല്ല വൃത്തിക്ക് നിങ്ങളിലേക്ക് എത്തിക്കും. ഫിസിക്സ്, കെമിസ്ട്രി, ലൈഫ് സയൻസ് അല്ലെങ്കിൽ ബയോളജി 10ാം ക്ലാസ് വരെ ഉള്ളത്. അജയ് മാഷിന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്കറിയാം NCERT ബേസ്ഡ് ആണ്. NCERT ആണ് മൂപ്പരുടെ കണ്ടന്റിന്റെ ബേസ്.
അപ്പോൾ 10 വരെ ഉള്ളതല്ല നമ്മൾ റിസ്ക് എടുക്കേണ്ട. 11ലെയും 12ലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസും എങ്ങനെയാണ്, ഇതിൽ ഏതൊക്കെ ഭാഗത്താണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് മൂപ്പര് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്കൊരു വീഡിയോ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും, ഇവിടെ ഫോക്കസ് ചെയ്യണം, ഈ ഭാഗത്ത് കുറച്ച് ഫോക്കസ് കുറച്ചാൽ മതി എന്നുള്ളത്. പഠിക്കേണ്ട എന്നല്ല കേട്ടോ, എവിടെ ഫോക്കസ് കൂടുതൽ കൊടുക്കണം എന്നുള്ളതാണ്. ഞാനിനി ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഗ്രൂപ്പ് ഡിയുടെ ചില ചോദ്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ജനറൽ സയൻസിന്റെ ചോദ്യങ്ങളാണ്, നിങ്ങൾ തന്നെ ഒന്ന് വായിച്ചു നോക്കുക. How many water molecules are present in 1 molecule of washing soda? വാഷിംഗ് സോഡ കേൾക്കാത്തവരാരുമില്ല. ഞാൻ ഈ സ്ലൈഡ് അജയ് മാഷിന്റെ കണ്ടന്റിൽ നിന്ന് അതുപോലെ മൂപ്പരുടെ പെർമിഷനോട് കൂടെ ചുരണ്ടി എടുത്താണ്. Na2CO3.10H2O. നമ്മുടെ ചോദ്യം എന്താ? ഇതാണ് 10H2O. In modern periodic table, which group elements have a complete outer shell? കംപ്ലീറ്റ് ആയിട്ടിരിക്കുന്ന, അതുകൊണ്ട് തന്നെ വലിയ പണിയെടുക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ എവിടെ ഇരിക്കുന്നത് നമുക്കറിയാം. അലസവാദങ്ങൾ, ഇനേർട്ട് ഗ്രൂപ്പ് ഗ്യാസസ് അല്ലേ. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇത്. നിങ്ങൾ വായിച്ചു നോക്കിയേ, ന്യൂട്ടൺസ് 3rd law of motions. ഒരാളും ഈ ലോസ് ഓഫ് മോഷൻ പഠിക്കാണ്ട് പരീക്ഷയ്ക്ക് പോവില്ല, ശരിയല്ല, സീരിയസ് ആയിട്ടുള്ള ആളും പോവില്ല. അതിനെപ്പറ്റി വളരെ സിമ്പിൾ ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ലോഞ്ചിങ് ഓഫ് എ റോക്കറ്റ്. അപ്പോൾ 3rd law of motion എന്താണെന്ന് മനസ്സിലാലോചിച്ച് നോക്കി, എന്നിട്ട് റോക്കറ്റ് ലോഞ്ച് ആലോചിച്ച് നോക്കി, കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ നോക്കി. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ എക്സിസ്റ്റ് ഇൻ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗേഷ്യസ് ഫോംസ്? സോളിഡ് ആയിട്ട്, ലിക്വിഡ് ആയിട്ട്, ഗ്യാസ് ആയിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും. മെറ്റലിന് അത് പറ്റുമോ? ഇല്ല. മെറ്റലോയിഡിന് അത് പറ്റുമോ? മെറ്റലോയിഡ് എന്ന് പറയുമ്പോൾ മെറ്റലിനും നോൺ മെറ്റലിനും ഇടയ്ക്കുള്ള ഫേസ് അല്ലേ. നോൺ മെറ്റൽ എന്നൊരു കാറ്റഗറി നിങ്ങൾ എടുത്തേ. നോൺ മെറ്റൽ ഇപ്പോൾ കല്ല് നമുക്ക് നോൺ മെറ്റലായിട്ടുണ്ട്, സോളിഡ് ഫേസിലിരിക്കാം, ലിക്വിഡ് ഫേസിലിരിക്കാം. ഹൈഡ്രജനും ഓക്സിജൻ ഇരിക്കുമ്പോൾ നോൺ മെറ്റലാണ്, അത് ഗേഷ്യസ് ഫേസിലിരിക്കാം. അപ്പോൾ ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് എന്നല്ല, ഒരു 5ാം ക്ലാസ്സിലെ കൊച്ചിനോട് ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ChatGPT കാലഘട്ടത്തിൽ പിള്ളേർ ഉത്തരം പറയും. ഹിസ്റ്ററി ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചവർക്കുള്ള എൻ്റെ മറുചോദ്യമാണിത്. പത്മാവത് സിനിമയിൽ, അത് കോൺട്രവേഴ്ഷ്യൽ എന്ന് അവർ തന്നിട്ടുണ്ട്, അത് ആ സമയത്ത് രജ്പുത് കർണസേനയുടെയും മറ്റും കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണ്, അത് നോക്കണ്ട. പത്മാവത് സിനിമയിൽ അലാവുദ്ദീൻ ഖിൽജിയുടെ ക്യാരക്ടർ ചെയ്തതാണ് ഷാഹിദ് കപൂർ, രൺവീർ സിംഗ്. ഈ രൺബീർ കപൂറും റാണ ദഗ്ഗപാട്ടി സിനിമയിലില്ല. ഈ സിനിമ കണ്ടവർക്കറിയാം, ഏകദേശം ഈ ഒരു കാലഘട്ടത്തിൽ, എനിക്ക് തോന്നുന്നു 17ലോ 18ലോ ആണ് ഈ സിനിമ ഇറങ്ങിയത്, 18ആണെന്നാണ് എൻ്റെ ഓർമ്മ. അലാവുദ്ദീൻ ഖിൽജിയുടെ കഥാപാത്രം, ഈ കഥാപാത്രം ചെയ്ത വ്യക്തി രൺവീർ സിംഗ് ആണ്, നമുക്കറിയാം. ഇത് രത്തൻ സിംഗ് ആണ്, ചിത്തൂരിലെ രാജാവ്. ഇത് നമ്മൾ പഠിക്കുന്നുണ്ട്, പത്മാവതിയുടെ കഥ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. പത്മാവതി എന്ന് പറയുന്ന ഒരു ഫിക്ഷണൽ ക്യാരക്ടർ, ഇമാജിനറി ക്യാരക്ടറാണെന്ന് നമ്മൾ പറയുന്നുണ്ട്. ഇമാജിനറി ക്യാരക്ടർ എന്ന് അവകാശപ്പെടുന്നവരുണ്ടല്ല, അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. ശ്രീലങ്കയിൽ നിന്ന് വന്ന് ഇദ്ദേഹത്തിന്റെ ഭാര്യയായ പത്മാവതി. ക്ലിയർ? ദയാനന്ദ സരസ്വതി ഏത് സ്ഥാപനമാണ് ആരംഭിച്ചത്? എടോ, നമ്മുടെ സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റ്സിൽ ഏത് സ്ഥലത്ത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാലും ആദ്യം പഠിപ്പിക്കുന്ന 2 സ്ഥാപനങ്ങൾ, ഒന്ന് ബ്രഹ്മസഭ, ശേഷം വന്ന ബ്രഹ്മസമാജ്, 2 ആര്യ സമാജ്, പ്രാർത്ഥനാ സമാജ് നിങ്ങൾ പഠിപ്പിക്കും. അപ്പൊ ആത്മാറാം പാണ്ഡുരംഗെന്നും ദയാനന്ദ സരസ്വതി എന്നും രാജാറാം മോഹൻ റോയ് എന്നും നമ്മൾ പഠിക്കാറുണ്ട്. ഇത് 3ഉം പഠിക്കാത്ത, ചിന്മയ മിഷൻ അങ്ങനെ എല്ലാവരും പറഞ്ഞു കേൾക്കാറില്ല, 3ഉം പഠിക്കാത്ത ഒരു സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റ്സും ഇല്ല. അതായത് ഇത് ചോദിക്കാനുള്ള കാരണം, അടുത്ത സിനിമ റിലീസ് ചെയ്തു, വാർത്തയിലുണ്ടായിരുന്നു, നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും കൊണ്ട് വാർത്തയിലുണ്ടായിരുന്നു. ഇത് ചോദിക്കാൻ കാരണം ഇതൊരു സ്റ്റാറ്റിക് ഭാഗമാണ്. ആ ഭാഗത്തിന് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന 3 ഓർഗനൈസേഷൻസ് നിങ്ങൾക്ക് ഓപ്ഷനിലും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ. 4, ഭൂമിയുടെ ഭാരം എത്രയാണ്? നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ സ്ഥിരം പഠിക്കുന്ന ഒരു കാര്യമാണ്. 5.97 സംതിങ് 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 ഇൻറ്റു 10⁻²4, 6 ഇൻറ്റു 10⁻²4. റഫ്ലി അതാണ് ഉത്തരം. ഒന്നും അറിയില്ലാത്ത ആളോ ആലോചിച്ച് നോക്കിയേ. -23 -24 നെഗറ്റീവ് 10⁻⁻ ഭാരം വരൂ എന്ന് പറയുമ്പോൾ 6/10⁻23 എന്നല്ല ഇതിന്റെ ഉത്തരം. അങ്ങനെ ഒരു ഭൂമിയുടെ ഭാരം. ഭൂമിയിൽ നിൽക്കുന്ന നമുക്ക് ഇത്രയും ഭാരമില്ലേ, ഈ നിൽക്കുന്ന എനിക്ക് തന്നെ നല്ലൊരു ഭാരമില്ലേ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കൊരു ഭാരമില്ലേ, ഇല്ലേ? അപ്പോൾ നെഗറ്റീവ് വരിക. അപ്പോൾ തന്നെ നമുക്ക് 2 ഓപ്ഷൻസ് കളയാൻ പറ്റും. ഓക്കെ, സോറി, ഈ ഓപ്ഷൻ 2 ഓപ്ഷൻസ് കളയാൻ സാധിക്കും. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ലോജിക്കിന് നിരക്കാത്ത ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പർ ഹൗസ് ഓഫ് ഇന്ത്യൻ പാർലമെന്റ് ഇത്തവണ വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം, കാരണം 2024 വീണ്ടും ഇലക്ഷൻ കഴിഞ്ഞു. ലോവർ ഹൗസിനെ പറ്റിയും അപ്പർ ഹൗസിനെ പറ്റിയും ചോദിക്കാം. അപ്പർ ഹൗസ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് നമുക്കറിയാം, രാജ്യസഭ. ലോവർ ഹൗസ് ഹൗസ് ഓഫ് ദ പീപ്പിൾ നമുക്കറിയാം, ലോക്സഭ. പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് സുപ്രീം കോടതി. ഇത് രണ്ടും എന്തിന്റെ ഭാഗമല്ല? പാർലമെന്റിന്റെ ഭാഗമല്ല. പാർലമെന്റിന്റെ ഭാഗം എന്ന് പറയുമ്പോൾ രാജ്യസഭയും ലോക്സഭയും പ്രസിഡന്റും അല്ലേ? അല്ലേ? ഉത്തരം കിട്ടില്ലേ? എല്ലാ ചോദ്യങ്ങളും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. കറണ്ട് അഫയേഴ്സ് എല്ലാ വർഷവും നമ്മൾ കേൾക്കുന്ന കാര്യമാണ്. ആൻഡ് ദ ഓസ്കാർ ഗോസ് ടു അക്കാഡമി അവാർഡ്സ്.
അപ്പോൾ ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ആക്ട്രസ്, ബെസ്റ്റ് മൂവി ഒക്കെ നമ്മൾ പഠിക്കും. ഇവിടെ ചോദിച്ചതാ ഏത് രാജ്യമാണ് ഈ അവാർഡ് ഫംഗ്ഷൻ ഹോസ്റ്റ് ചെയ്യുന്നത്? ഉത്തരം നമുക്കറിയാം, US. ഞാൻ എന്തിനാ ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെലക്ടഡ് ചോദ്യങ്ങൾ എടുത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നിന്ന് നമുക്ക് പാറ്റേൺ ഡീകോഡ് ചെയ്യാനായിട്ട് സാധിക്കണം. ആ ഡീകോഡ് ചെയ്യുമ്പോൾ മാത്രമേ വൃത്തിക്ക് ഒരു സ്റ്റഡി പ്ലാൻ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. ഇന്ത്യയിൽ ഇത്രയും സ്പോർട്സ് താരങ്ങൾ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് സത്യവർത്ത് കടിയാൻ എന്ന് പറയുന്ന വ്യക്തി ഏത് സ്പോർട്സുമായിട്ട്, റെസ്ലിംഗുമായിട്ടാണ് ബന്ധപ്പെട്ടത്? ചോദിക്കാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരീക്ഷ നടക്കുന്നതിന് തൊട്ട് മുന്നേ 2017-18 ഇദ്ദേഹത്തിന് അർജുന അവാർഡ് കിട്ടിയത്. അന്നത്തെ പ്രസിഡന്റ് ശ്രീ രാംനാഥ് കോവിന്ദ് ഇദ്ദേഹത്തിന് അർജുന അവാർഡ് നൽകിയത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ പറ്റി ചോദിക്കാൻ കാരണം. സോ ഓൾവേസ് ദർ വിൽ ബി എ റീസൺ. എന്തുകൊണ്ടാണ് ആ പർട്ടിക്കുലർ വ്യക്തി, ഒരു കാരണം ഉണ്ടാകും. അപ്പൊ നമുക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റണം. അടുത്ത പരീക്ഷയ്ക്ക് നമ്മളോട് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് ശ്രീ മൻമോഹൻ സിംഗിനെ പറ്റി, അല്ലെങ്കിൽ ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ ഇൻ ഇന്ത്യ. ആരാണ് അദ്ദേഹത്തിന്റെ പേര്? അറിയാമെങ്കിൽ നിങ്ങൾ പറയുക. മൂപ്പർക്ക് അവാർഡുകൾ കിട്ടിയ വർഷം, പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ടോ, വിഭൂഷൺ കിട്ടിയിട്ടുണ്ടോ, മൂപ്പര് എഴുതിയ വർക്കുകൾ. കാരണം മൂപ്പര് ഈ അടുത്താണ് മരണപ്പെട്ടത്. അപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾ സോഴ്സ് വെച്ചിട്ട് ഡീകോഡ് ചെയ്യുക. ഇനിയൊരു വാർത്ത വായിക്കുമ്പോൾ ഓക്കെ ഇതിനും പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഈ ഒരു ചോദ്യത്തിന്റെ സോഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്. 2014 മെൽബോണിൽ നടന്ന ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ നീരജ ബാനോത്ത് എന്ന് പറയുന്ന വ്യക്തിയെ ബേസ് ചെയ്തിട്ട്, റിയൽ ലൈഫ് വ്യക്തിയാണ്, വ്യക്തിയെ ബേസ് ചെയ്ത് നീരജ എന്നൊരു സിനിമ ഇറങ്ങി. ഏത് കാറ്റഗറിയാണ് ഇത്? എന്തിനാ പ്രൊമോട്ട് ചെയ്യുന്നത്? ഇപ്പൊ ഈ സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം, ഇവരൊരു എയർലൈൻസിന്റെ കൂടെ വർക്ക് ചെയ്യുകയായിരുന്നു. തീവ്രവാദികളായ എയർലൈൻസ് തട്ടിക്കൊണ്ടു പോകുന്നു, പാകിസ്ഥാനിൽ ലാൻഡ് ചെയ്യിക്കുന്നു. അതങ്ങനെയാണല്ലോ, ട്രെൻഡ് അങ്ങനെയാണല്ലോ. പാകിസ്ഥാനിൽ ലാൻഡ് ചെയ്യിക്കുന്നു, കുറെ പേര് രക്ഷപ്പെടുത്തുന്നതിനിടെ തീവ്രവാദികളുടെ വെടിയേറ്റ് ഇവർ മരിക്കുന്നുണ്ട്. ഇവരെ രാജ്യം വന്ന് അശോക ചക്ര നൽകിയിട്ട് ആദരിക്കുന്നുണ്ട്. അവരുടെ ലൈഫിനെ ബേസ് ചെയ്ത് സോനം കപൂർ ലീഡിൽ വന്ന ഒരു സിനിമയാണ് നീരജ. കൊമേഴ്ഷ്യലേക്ക് ഭയങ്കര സക്സസ്ഫുൾ ആയിരുന്നു. ഇറ്റ് ഡീൽസ് വിത്ത് ഫീമെയിൽ വുമൻ എംപവർമെന്റ്. നമ്മുടെ മലയാളത്തിൽ ഉയരെ എന്നൊരു സിനിമയില്ല, അതും വുമൻ എംപവർമെന്റ് അല്ലേ? അതുപോലെയാണ് ഈ സിനിമ. കോണ്ടെക്സ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇറങ്ങി എല്ലാ സിനിമയും കാണുക എന്നുള്ളത് പോസിബിൾ ആണോ? മാർക്കോ സിനിമയെ പറ്റിയൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ടോ? ചാൻസ് കുറവാണ് കേട്ടോ. റീസണിങ്. ഐ നീഡ് യുവർ നോട്ട്സ് ടു സ്റ്റഡി സെഡ് സ്റ്റുഡന്റ് 1 to student 2. പഠിക്കാൻ നിങ്ങളുടെ നോട്ട് തരണം. അസംഷൻ. സ്റ്റുഡന്റ് 2 ഹാസ് പ്രിപ്പയർഡ് നോട്ട്സ്. അല്ലെങ്കിൽ ചോദിക്കില്ലല്ലോ. സ്റ്റുഡന്റ് 1 വോണ്ട്സ് ടു വെരിഫൈ ഹിസ് അണ്ടർസ്റ്റാൻഡിങ്. ആണോ? ക്രോസ് ചെക്ക് ചെയ്യണമെന്നായിരിക്കും. ചിലപ്പോൾ മൂപ്പര് എഴുതാത്തത് കൊണ്ടായിരിക്കാം. അപ്പൊ നമുക്ക് 2 ക്ലിയർ ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഒന്ന് മാത്രമേ അറ്റ്ലീസ്റ്റ് ഇംപ്ലിസിറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളൂ. വീണ്ടും ഉത്തരത്തിലേക്ക് വരാം. ഈ ഒരു പാറ്റേൺ നിങ്ങൾ നോക്കി. IJK കഴിഞ്ഞു L, MN കഴിഞ്ഞു O. അപ്പൊ 0 1 2 അങ്ങനെ കൂടി പോകുന്നത് അല്ലെ? അപ്പൊ PQR കഴിഞ്ഞാൽ അടുത്ത S വരും. 5 2 7, 7 4 11, 16 17, 17 8 25. ഉത്തരം കിട്ടി. അപ്പൊ ഞാൻ പറയുന്നത് വളരെ സിമ്പിൾ ആണ് റീസണിങ്. നിങ്ങൾ മാത്സിൽ നോക്കുക, ഇത്ര എമൗണ്ട് ഇത്ര പേർക്കിടയിൽ ഡിവൈഡ് ചെയ്യുന്നു. ഒരാൾക്ക് കിട്ടിയത് ഇത്രയാണ്, വേറെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ തരും, വേറൊരാൾക്ക് കിട്ടിയ എമൗണ്ട് എത്രയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമല്ലേ ഇത്? അടുത്ത ചോദ്യം നിങ്ങൾ നോക്കി. 2 ട്രെയിൻ, അതിന് ഡിസ്റ്റൻസ്, ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിൽ പല പല മോഡലുകളായിട്ട് നിങ്ങൾ പഠിക്കുമ്പോൾ, നിങ്ങൾ ബോട്ട് സ്ട്രീം പഠിക്കുമ്പോൾ, നിങ്ങൾ ട്രെയിൻ പഠിക്കുമ്പോൾ, നടുക്കൊരു പോസ്റ്റ് വെച്ചുള്ള കണ്ടീഷൻ പഠിക്കുമ്പോൾ, ഒരാൾ കടന്നു പോകുന്നു പഠിക്കുമ്പോൾ, ഇതൊക്കെ വളരെ ബേസ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. അപ്പോൾ മനസ്സിലാക്കുക ചോദ്യങ്ങൾ കൂടുതൽ വന്നിട്ടുള്ള മേഖലകൾ ഏതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞത് നിങ്ങൾ എവിടെ എങ്ങനെ ഫോക്കസ് ചെയ്യണമെന്ന് നിങ്ങളെ അറിയിക്കാനാണ്. ഇനി ഞാൻ നിങ്ങളോട് സ്റ്റഡി പ്ലാൻ പറയുകയാണ്. ഏതൊരു കുട്ടിയും എന്നോട് ഏതൊരു പരീക്ഷയ്ക്ക് സ്റ്റഡി പ്ലാൻ ചോദിക്കുമ്പോൾ, അത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പരീക്ഷ, ഇപ്പം നിങ്ങൾ പറയുന്ന പോലെ ഗ്രൂപ്പ് ഡി ആകട്ടെ, അല്ലെങ്കിൽ SSC GD ആകട്ടെ, അല്ലെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള UPSC സിവിൽ സർവീസ് ആകട്ടെ, എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ അപ്ലൈ ചെയ്ത് പലർക്കും, ഞാനടക്കം പലർക്കും റിസൾട്ട് കിട്ടിയിട്ടുള്ള, ഇംപ്രൂവ്മെന്റ് കിട്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ടെക്നിക്. എന്താണ് ഈ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ടെക്നിക്ക്? വളരെ സിമ്പിളാണ്. പണ്ടൊക്കെ നമ്മൾ ഫോർവേഡ് എഞ്ചിനീയറിംഗ് ആയിരുന്നു. ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യും, ആ കോൺസെപ്റ്റിൽ നിന്നും പല പല പരീക്ഷണങ്ങൾ നടത്തി പല പല ഡിസൈനൊടുവിൽ വി വിൽ കം ടു ദ ഫൈനൽ പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കും. റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്താണെന്നറിയോ? ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിൽ നിന്നും നമ്മൾ തിരിച്ച് കോൺസെപ്റ്റിലേക്ക് പോകാം. എന്നിട്ട് ഇവിടെ എന്തൊക്കെ മാറ്റം വരുത്തണോ അതിനനുസരിച്ച് ഈ ഭാഗത്തൊരു മാറ്റം വരുത്തും. അപ്പോൾ കുറേ കൂടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള, കുറേ കൂടെ ഡിമാൻഡിങ് ആയിട്ടുള്ള, കുറേ കൂടെ ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഈ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ടെക്നിക്കിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന സാധനം എന്താണെന്ന് അറിയോ? നിങ്ങളുടെ സിലബസ് ആണ്. സിലബസ് വൃത്തിക്ക് പഠിച്ചാൽ നിങ്ങൾക്കറിയാം പരീക്ഷയ്ക്ക് ചോദിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന്. അതിൽ നിന്നും നേരെ തിരിച്ച് എന്തൊക്കെ ഞാൻ പഠിക്കണം എന്നൊരു പ്ലാൻ ഉണ്ടാക്കി കൂടെ. 2, നോ ദ PYQs. ഗ്രൂപ്പ് ഡിയുടെ PYQs ഞാൻ ഷെയർ ചെയ്തു.
ഇപ്പോൾ നമ്മുടെ RPF-SA പരീക്ഷ കഴിഞ്ഞു. RPF-SA പരീക്ഷയ്ക്ക് സമയത്ത് കുട്ടികളോട് എടുത്തു പറഞ്ഞൊരു കാര്യമാണ്, 4-5 വർഷം മുന്നെയാണ് ഇതിന് മുന്നേ പരീക്ഷ നടന്നത്. റെഗുലർ പരീക്ഷയിൽ ആ ചോദ്യങ്ങൾ വെച്ച് പരീക്ഷയെ അളക്കരുത്, അപ്പോൾ കുട്ടികൾ എളുപ്പമായിരിക്കും വിചാരിച്ചു പോയി. പലർക്കും പരീക്ഷ കഴിഞ്ഞപ്പോൾ കാര്യമായിട്ട് ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായി. അതുകൊണ്ട് ഇപ്പോൾ കോൺസ്റ്റബിൾ പരീക്ഷയ്ക്ക് വേണ്ടി പിള്ളേർ നല്ല കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കുന്നുണ്ട്. പഴയ RPF കോൺസ്റ്റബിളിലെ ചോദ്യങ്ങൾ മാത്രമല്ല നോക്കുന്നത്, SSCയുടെ പല റിലേറ്റഡ് പരീക്ഷകളുടെ ചോദ്യങ്ങൾ നോക്കുന്നുണ്ട്. കാരണം ഗ്രൂപ്പ് ഡി പരീക്ഷ എല്ലാ വർഷവും നടക്കുന്നില്ല. നമുക്കറിയാം 18, 19, 22 പിന്നെ ഒരു വലിയ ബ്രേക്കിന് ശേഷമാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഗ്രൂപ്പ് ഡിയുടെ മാത്രം PYQ അല്ല, സിമിലർ ആയിട്ടുള്ള പരീക്ഷകളെ, അതിപ്പോൾ SSCയുടെ GD പരീക്ഷ ആവട്ടെ, അല്ലെങ്കിൽ CHSL പരീക്ഷയാകട്ടെ, അല്ലെങ്കിൽ MTS ആകട്ടെ, തുടങ്ങിയ പരീക്ഷകളുടെ, കാരണം ഇതൊക്കെ എല്ലാ വർഷവും നടക്കുന്ന പരീക്ഷയാണ്. അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഇന്നോവേഷനും ചോദ്യങ്ങളുടെ ലെവലും ഇമ്പ്രൂവ് ആയി വരുന്ന പരീക്ഷകളാണ്. ഈ പരീക്ഷകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കണ്ടിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കുക. അപ്പോൾ സിലബസ് നിങ്ങളുടെ കയ്യിലുണ്ട്, എന്തൊക്കെ ചോദിക്കും നിങ്ങൾക്കറിയാം. അവിടെ നിന്നും നിങ്ങൾക്ക് തിരിച്ച് ഞാൻ എങ്ങനെ പ്ലാൻ ഉണ്ടാക്കണം, റിവേഴ്സ് എഞ്ചിനീയറിംഗിലേക്ക് വരാനായിട്ട് സാധിക്കും. സിലബസിനെ മനസ്സിലാക്കി പ്രീവിയസ് ഇയർ ക്വസ്റ്റിനെ മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾ പരീക്ഷയുടെ പാറ്റേണെ ഡീകോഡ് ചെയ്യും. അപ്പം നിങ്ങളുടെ കയ്യിൽ പ്ലാൻ ഉണ്ടാകും. എൻ്റെ സ്ട്രോങ് ഏരിയാസ് ഇതാണ്, എൻ്റെ വീക്ക് ഏരിയാസ് ഇതാണ്. 100-ൽ 75 അല്ലെങ്കിൽ 80 മാർക്ക് മേടിക്കാൻ ഞാൻ ഈ ഭാഗത്ത് കൂടുതൽ ഫോക്കസ് ചെയ്യണം. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത്ര ചോദ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഹോട്ട് ടോപ്പിക്സ് ഏതാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ആപ്റ്റിറ്റ്യൂഡിൽ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്പർ സിസ്റ്റം, ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്, ഇവിടെ നിന്നും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. റീസണിങ്ങിൽ സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺക്ലൂഷൻ, ബ്ലഡ് റിലേഷൻ, അനോളജി, കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ജനറൽ സയൻസിൽ കഴിഞ്ഞ തവണത്തെ പേപ്പറിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് കെമിസ്ട്രി, പിന്നെ ഫിസിക്സ്, പിന്നെ ബയോളജി. ചെറിയ വേരിയേഷൻ ഷിഫ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ട്. എനിക്ക് കൂടുതൽ മനസ്സിലായ ഒരു ട്രെൻഡാണ് ഞാൻ പറയുന്നത്. ഇതിൽ ഇൻഡെപ്തായിട്ട് ഏതൊക്കെ ടോപ്പിക്കുകളാണ് അതത് വിഷയത്തിന്റെ ടീച്ചർമാർ നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ. 4, 5 ജനറൽ അവയർനെസ്സിൽ കറണ്ട് അഫയേഴ്സും GKയും അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസിംഗ് ആണ്. ചില ഷിഫ്റ്റിൽ കറണ്ട് അഫയേഴ്സ് 12 ചോദ്യം ചോദിക്കും, അപ്പോൾ GK 8 വരും. കൂടുതലും GK 12 ചോദ്യം ചോദിക്കും, കറണ്ട് അഫയേഴ്സ് 8. അപ്പോൾ രണ്ടും ഏകദേശം ഒരു ഈക്വലി ബാലൻസിംഗ് ആണ്. അങ്ങനെ നോക്കുമ്പോൾ GKക്ക് അകത്ത് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് ഹിസ്റ്ററിയാണ്, പിന്നെ പോളിറ്റിയാണ്, പിന്നെയാണ് ജോഗ്രഫി, എക്കണോമിക്സ്. 2-3 ഷിഫ്റ്റുകളിൽ ഞാൻ കൂടുതൽ ജോഗ്രഫിയുടെ ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ പലരും ചോദിക്കുന്ന പോലെ പക്ഷേ ജോഗ്രഫിന് എത്ര ചോദ്യം എക്സ്പെക്ട് ചെയ്യാം, ഉത്തരവില്ലാത്ത ചോദ്യമാണ് തമ്പുരാൻ. നിങ്ങളുടെ ഷിഫ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ചോദ്യം ജോഗ്രഫി ഉണ്ടാവുള്ളൂ, പക്ഷെ 6 ചോദ്യം ഹിസ്റ്ററിയിൽ നിന്ന് ഉണ്ടാകാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യാനായിട്ട് സാധിക്കണം. ഡെയിലി, വീക്ക്ലി, മന്ത്ലി സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാൻ നമ്മളെല്ലാവരും അടിപൊളിയാണ്. പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ നമുക്ക് സാധിക്കാറില്ല. കാരണം നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ദിവസത്തെ ടാർഗറ്റാണ്. ആ ദിവസം ചെയ്യുന്നില്ല, വിഷമിച്ചു, കിടന്നുറങ്ങി. പിറ്റേ ദിവസം വൈകി എഴുന്നേറ്റിന്റെ പേരിൽ വീണ്ടും വിഷമിച്ചു, നമ്മൾ പഠിക്കുന്നില്ല, ഭക്ഷണം കഴിച്ചു, കിടന്നുറങ്ങുന്നു. ഉച്ചയ്ക്ക് ഉറങ്ങേണ്ട പേരിൽ വീണ്ടും വിഷമിക്കുന്നു, രാത്രി കിടന്നുറങ്ങുന്നു, കഴിഞ്ഞു. അല്ലേ? അങ്ങനെ ചെയ്യരുത്. മന്ത്ലി ഒരു ടാർഗറ്റ് ഉണ്ടാകണം. മന്ത്ലി ഇപ്പോൾ നിങ്ങൾ ആദ്യമേ ഒരു മോക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്, എല്ലാം പഠിച്ചിട്ട് മോക്ക് എടുക്കാൻ നിൽക്കണ്ട. മോക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 30 മാർക്കാണെങ്കിൽ അടുത്ത മാസത്തെ ടാർഗറ്റ് അതൊരു 50 ആക്കണം എന്നുള്ളതായിരിക്കണം. 50 ആക്കണമെങ്കിൽ ഞാൻ ഏതൊക്കെ ഏരിയ കവർ ചെയ്യണം? എനിക്ക് 30 മാർക്ക് കിട്ടാനുള്ള കാരണം ഞാൻ ഇന്ന ഏരിയാസിൽ വീക്കായിട്ടുള്ളതാണ്. അപ്പോൾ ഈ ദിവസം മുതൽ ഈ ദിവസം വരെ ഞാൻ ഇത്ര പഠിക്കും, ഈ ആഴ്ചയിൽ ഞാൻ ഇത്ര കവർ ചെയ്യും, ഈ മാസം ഞാൻ ഇത്ര കവർ ചെയ്യും. അപ്പോൾ എൻ്റെ സ്കോറ് ഇത്രയുമായിട്ട് കൂടണം. കൂടിയില്ലേ? 45 ആണോ വരുന്നത്? സ്റ്റിൽ അതൊരു ഇമ്പ്രൂവ്മെൻ്റ് അല്ലേടോ. അടുത്ത മാസം ഞാനത് 60 ആക്കും. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എടുത്ത മൂക്കുകളിൽ നിന്നും നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു ഇമ്പ്രൂവ്മെൻറ്റോടുകൂടെ 75 to 80 എത്താനായിട്ട് സാധിക്കണം. എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് മൂക്കെടുക്കണം എന്ന് പറയുന്നവരുണ്ടാകും. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, അങ്ങനെ ചെയ്യരുത്. കാരണം എല്ലാം പഠിച്ചു കഴിയുക എന്നൊരു സ്റ്റേജ് ഇല്ല. നമ്മൾ ബുദ്ധനും മഹാവീരനൊന്നും അല്ല, അല്ലേ? ബോധി കിട്ടാനോ അല്ലെങ്കിൽ കേവലജ്ഞാനം കിട്ടാനൊക്കെ വലിയ പാടാണ്. അപ്പോൾ അവർക്ക് കിട്ടിയത് നല്ല പ്രായത്തിലാണ്. ബുദ്ധനും മഹാവീരനും കേവലജ്ഞാനം കിട്ടിയ പ്രായം അറിയാവുന്നവരൊന്നും പറയണേ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും. അത്രയൊന്നും നമുക്ക് പരീക്ഷയ്ക്ക് വെയിറ്റ് ചെയ്തിരിക്കാനായിട്ട് സാധിക്കില്ല. അടുത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ സ്വയം പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ഷെഡ്യൂളിനനുസരിച്ച് പോവുക. ഇല്ല, നിങ്ങളൊരു ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കുന്നവരാണെങ്കിൽ, ഇപ്പോൾ സൈലത്തിന് RRBയുടെ ഗ്രൂപ്പ് ഡിയുടെ ക്ലാസ് ഓൾറെഡി അഡ്വാൻസ്ഡ് ആയിട്ട് ഒരു ബാച്ചിൽ തുടങ്ങിയിരുന്നു, 1 മാസം മുന്നേ തുടങ്ങിയിരുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. ജുബിൻ മാഷ് ആ ക്ലാസ്സിൻ്റെ ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് എടുത്താണ്. നിങ്ങൾക്ക് ആ ബാച്ചിൽ നിങ്ങളൊരു എന്താ പറയുക, ഓർഗനൈസ്ഡ് ആയിട്ടൊരു ക്ലാസ്സുകളാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്കതിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം. ആ ബാച്ചിൽ എങ്ങനെ ജോയിൻ ചെയ്യണമെന്നുള്ള ജോയിനിങ് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യേണ്ട നമ്പറിൻ്റെ കാര്യങ്ങളെല്ലാം ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആയിരിക്കും.
ജോയിൻ ചെയ്തതിന് ശേഷം ക്ലാസ്സസ് റെഗുലർ ആയിട്ട് കാണുക. അതേ പറയാനുള്ളൂ. ക്ലാസ്സസ് റെഗുലർ ആയിട്ട് കാണുക. ക്ലാസ്സുകൾ മിസ് ചെയ്യരുത്. ക്ലാസ്സസ് റെഗുലർ ആയിട്ട് തന്നെ കാണുക. കാരണം പലരും പരീക്ഷയോട് അടുക്കുമ്പോഴേ ആ ഒരു ചൂട് വരുള്ളൂ. അപ്പോഴത്തേക്കും ഇത്ര നമ്പർ ഓഫ് ക്ലാസ്സുകൾ പെൻഡിങ് ആയി കാണും. പിന്നെ നിങ്ങളത് കാണാൻ വേണ്ടി പോകുന്നില്ല. പിന്നെ നിങ്ങൾ ചിലത് സ്കിപ്പ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഇത്ര പഠിച്ചാലും ഇത്ര വരാനേ ചാൻസ് ഉള്ളൂ, അതുകൊണ്ട് ഈ ഏരിയ അങ്ങ് സ്കിപ്പ് ചെയ്യാം, ബാക്കി 3 പഠിച്ച് കയറാം. അത് മണ്ടത്തരമാണ്. കാരണം ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ളത് സമയമാണ്. ഇപ്പം നിങ്ങൾ വേസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നത് സമയമാണ്. വേസ്റ്റ് ആക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം സ്ട്രീം ലൈൻ ആയിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇപ്പോൾ മാക്സിമം ലൈവ് ക്ലാസ്സുകൾ കാണുക. ഇനി നിങ്ങൾ വർക്കിംഗ് ആണോ, അല്ലെങ്കിൽ വീട്ടമ്മയാണോ, വീട്ടുപണിയൊക്കെ വേണ്ട, വീട്ടിലെ ജോലിയൊക്കെ വേണ്ട ബാക്കി സമയത്താണോ നിങ്ങൾ കാണുന്നത്, അങ്ങനെയാണെങ്കിൽ റെക്കോർഡ് ക്ലാസ്സുകൾ ഇത്ര എണ്ണം കാണണം എന്നുള്ളത് നിങ്ങളുടെ ഡെയിലി ടാർഗറ്റിന്റെ ഭാഗമായിരിക്കണം. ഡു പ്രോപ്പർ റിവിഷൻ. എല്ലാവരും വായിച്ചു പോകും, റിവിഷൻ നടത്തില്ല. റിവിഷൻ നടത്തുമ്പോഴേ നമ്മൾ ഓർത്തിരിക്കുന്നുണ്ടോ, പഠിച്ചുകൊണ്ട് വല്ല ഗുണമുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എഫക്റ്റീവ്ലി പലരും പറയും 3/1 റിവിഷന് വേണ്ടി മാറ്റി വെക്കണം. 1/3 ഓഫ് യുവർ പ്രിപ്പറേഷൻ ടൈം അത് റിവിഷന് വേണ്ടി ആയിരിക്കണം. നിങ്ങൾ 9 മണിക്കൂർ പഠിക്കുന്നെങ്കിൽ 3 മണിക്കൂർ റിവൈസ് ചെയ്യാനാണ് പറയുന്നത്. നമ്മൾ അരമണിക്കൂർ പോലും റിവൈസ് ചെയ്യാറില്ല. 1/3 പറ്റിയില്ലെങ്കിൽ അഗെയിൻ അറ്റ്ലീസ്റ്റ് ഒരു 1/4 എങ്കിലും നിങ്ങൾ റിവിഷന് വേണ്ടി മാറ്റി വെക്കണം. ആദ്യത്തെ കുറച്ച് സമയത്തേക്ക്, ഒരു മാസമൊക്കെ നിങ്ങൾ 1/4 റിവിഷന് വേണ്ടി മാറ്റി വെച്ച് കഴിയുമ്പോൾ ഡെയിലി, വീക്ക്ലി, മന്ത്ലി തന്നെ ഞാൻ പറയുന്നത്, ഒരു മാസം നിങ്ങൾ 20 ദിവസം പഠിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ 30 ദിവസം പഠിക്കുന്നുണ്ടെങ്കിൽ, അതിലൊരു 4 ദിവസമെങ്കിലും കംപ്ലീറ്റ് ഡേ നിങ്ങൾ റിവിഷന് വേണ്ടി മാറ്റി വെക്കണം. ഡെയിലി നിങ്ങൾ 8 മണിക്കൂർ പഠിക്കുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 1.5-2 മണിക്കൂറെങ്കിലും നിങ്ങൾ റിവിഷന് വേണ്ടി മാറ്റി വെക്കണം. അവസാനത്തെ 10 മിനിറ്റ് ആവരുത് നിങ്ങളുടെ റിവിഷൻ, കേട്ടോ. പഠിക്കുന്നതിന് എത്ര പ്രാധാന്യമുണ്ടോ അത്ര തന്നെ പ്രാധാന്യമുണ്ട് റിവിഷന്. ഓക്കെ, അടുത്തത് ടേക്ക് റെഗുലർ മോക്ക് ടെസ്റ്റ്. എല്ലാ ദിവസവും മോക്ക് ടെസ്റ്റ് എടുക്കാൻ ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യില്ല. കാരണം ഒരു മോക്ക് ടെസ്റ്റ് എടുത്താൽ മാത്രം പോരാ, അതിന്റെ വൃത്തിക്കുള്ള ഒരു അനാലിസിസ് നിങ്ങൾ നടത്തണം. ഈ മോക്ക് ടെസ്റ്റ് എനിക്ക് ഇത്ര മാർക്കാണ്, ഇന്ന ഭാഗത്താണ് മാർക്ക് പോയത്, ഇത്ര കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല, എനിക്ക് അറിയില്ലാത്ത കോൺസെപ്റ്റ് ഇത്ര ഉണ്ടായിരുന്നു, സർഫസ് ലെവലിൽ ഞാൻ വരുത്തിയ മിസ്റ്റേക്കുകൾ ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ പല രീതിയിൽ മിസ്റ്റേക്ക് ഉണ്ട്, എനിക്ക് അറിയില്ല, എനിക്ക് സമയം കിട്ടുന്നില്ല, ടൈം മാനേജ്മെന്റ് പ്രശ്നമുണ്ട്, അറിയാം ആ ഏരിയയിൽ ഞാൻ തെറ്റിക്കുന്നുണ്ട്, പഠിച്ചിരുന്നു പക്ഷെ ഓർമ്മയില്ല. അപ്പോൾ ഓരോന്നും ഓരോ രീതിയിലാണ് നിങ്ങൾ തെറ്റിക്കുന്നത്. അപ്പോൾ ഒരു ടെസ്റ്റ് നിങ്ങൾ 1.5 മണിക്കൂർ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു 1.5 മണിക്കൂർ 2 മണിക്കൂർ അതിന്റെ അനാലിസിസിന് വേണ്ടി മാറ്റി വെക്കണം. സോ നിങ്ങൾക്ക് ആക്ച്വലി വേണ്ടി വരുന്നത് ഒരു 4 മണിക്കൂറോളം സമയമാണ് ഈ പരീക്ഷയ്ക്ക് വേണ്ടി വരുമ്പോൾ. എല്ലാ ദിവസവും 4 മണിക്കൂർ നിങ്ങൾക്ക് മാറ്റി വയ്ക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ ഇതൊരു വഴിപാടല്ല, മോക്ക് നടത്തുന്ന അവസാനം നടത്തുന്ന വഴിപാടല്ല. പലരും പറയും ഉറങ്ങുന്നതിന് മുന്നേ ഒരു മോക്കെടുക്കും എന്നിട്ട് കിടക്കും. അങ്ങനെയല്ല, ഇത് നമ്മൾ ഗുളിക കഴിക്കുന്ന പോലെ നിങ്ങൾ കണക്കാക്കരുത്. ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സമയത്ത് മോക്കെടുക്കുക. പരീക്ഷയ്ക്ക് പല ഷിഫ്റ്റുകൾക്കാണ് നടക്കുന്നത്, അതുകൊണ്ടാണ് അവസാനം നോർമലൈസേഷൻ വരുന്നത്. അതിൽ ഏത് ഷിഫ്റ്റിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വരാം. ആ ഷിഫ്റ്റ് ഏതൊക്കെ സമയത്താണ് ആ സമയത്ത് തന്നെ മോക്കെടുക്കാനായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഒരു ദിവസം രാവിലെയാണോ, അടുത്ത ദിവസം ഉച്ചയ്ക്ക് ശേഷമുള്ള ആദ്യത്തെ ഷിഫ്റ്റാണോ, ഇനി നിങ്ങൾക്ക് 3 ഷിഫ്റ്റായിട്ടാണ് പരീക്ഷ വരുന്നത്, ആ സമയത്ത് നിങ്ങൾ മോക്കെടുക്കാനായിട്ട് ശ്രമിക്കുക. ക്ലിയർ? അപ്പോൾ ആ സമയത്ത് നിങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കും. പരീക്ഷയിൽ ഏത് സമയത്ത് ഏത് ഷിഫ്റ്റ് വന്നു കഴിഞ്ഞാലും ഉറക്കം തൂങ്ങാതെ നമ്മൾ എഴുതും, കേട്ടോ. മോക്ക് എടുത്തതിന് ശേഷം വൃത്തിക്ക് സെൽഫ് അനാലിസിസ് നടത്തുക. അപ്പോൾ ഞാൻ പറയുന്നത് ആഴ്ചയിൽ ഒരു മോക്കെങ്കിലും എടുക്കുക. ഒരു മോക്കെങ്കിലും, ഏറ്റവും കുറഞ്ഞൊരു മോക്കെങ്കിലും, പറ്റിയാൽ 2 മോക്ക് എടുക്കുക. ഈ അനാലിസിസ് നല്ല വൃത്തിക്ക് നടത്തി നിങ്ങളുടെ പേപ്പറിൽ അല്ലെങ്കിൽ ഒരു ഗൂഗിൾ ഷീറ്റിൽ നിങ്ങൾ നിങ്ങളുടെ കൺസിസ്റ്റൻസി എത്രത്തോളം വൃത്തിക്ക് പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്കൊരു പ്രോഗ്രസ് ഉണ്ട് എന്നുള്ളത് മാർക്ക് ചെയ്ത് വെക്കണം. കാരണം എപ്പോഴെങ്കിലും നിങ്ങൾക്കൊരു വിഷമം തോന്നി, ഞാനിത് എന്തിനാ തുടങ്ങിയത് എന്നോർത്ത് നിർത്താൻ ഒരു പരിപാടി മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ ആ ഷീറ്റ് തുറന്നു നോക്കുമ്പോൾ ഓക്കെ, കഴിഞ്ഞ 1 മാസം കൊണ്ട് ഞാൻ ഇത്ര പഠിച്ചു, ഞാൻ ഇത്ര നേടി, എനിക്ക് ഇത്ര ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, ആ ഷീറ്റ് തന്നെ നിങ്ങളെ പുഷ് ചെയ്ത് കൊണ്ടുപോകണം. കാരണം ഞാൻ നിങ്ങളെ എത്ര മോട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ആ മോട്ടിവേഷൻ അങ്ങ് പോകും, അല്ലേ? മറ്റൊരാളുടെ മോട്ടിവേഷൻ എപ്പോഴും നമുക്ക് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാൻ സാധിക്കില്ല. സോ നിങ്ങളുടെ വർക്ക് ട്രാക്കിംഗ് ആയിരിക്കണം നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ എന്നോട് ചോദിക്കുന്ന ഏതൊരു പരീക്ഷയ്ക്കും എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാറ്. അപ്പോൾ ആർക്കും തോന്നരുത് ഇത് UPSCയുടെ സെയിം സ്ട്രാറ്റജിയാണ്. ഏതൊരു പരീക്ഷയ്ക്കും ഈ സ്ട്രാറ്റജി മാത്രമേ ഉള്ളൂ. അത് നിങ്ങളുടെ എബിലിറ്റിക്ക്, നിങ്ങളുടെ അഡ്വാൻറ്റേജിന്, നിങ്ങളുടെ സ്ട്രെങ്ത്തിന്, നിങ്ങളുടെ വീക്ക്നെസ്സിനനുസരിച്ച് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്നതിലാണ് കാര്യം. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങളുടെ രീതിക്ക് ഒരു പ്ലാൻ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് പറ്റുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലാൻ വർക്ക് ആകുന്നില്ലെങ്കിൽ ടെലിഗ്രാമിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യാം. എങ്ങനെയാണ് കുറെ കൂടെ നല്ല രീതിയിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം വെച്ചിട്ട് നല്ലൊരു പ്ലാൻ ഉണ്ടാക്കേണ്ടത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ എൻ്റെ ടെലിഗ്രാം ചാനലിൻ്റെ പേര് GK Simplified എന്നാണ്.
GK സിംപ്ലിഫൈഡ്. കാരണം ഞാൻ GK മാത്രമാണല്ലോ ഇപ്പോൾ സൈലത്തിൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ GK സിംപ്ലിഫൈഡ് എന്നാണ് ടെലിഗ്രാം ചാനലിൻ്റെ പേര്. ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഡെയിലി പോകുന്ന കോഡുകളിലും മറ്റു കാര്യങ്ങളിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നിങ്ങളുടെ സംശയങ്ങൾ ഷെയർ ചെയ്യാം. പ്രൊഡക്റ്റീവായിട്ട് അക്കാഡമിക് ഡിസ്കഷന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ് കേട്ടോ. വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ പ്രത്യേകിച്ച് GK വിഷയങ്ങളിൽ അല്ലെങ്കിൽ ഓരോരോ വിഷയങ്ങളിലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള റീസണിങ്ങിനെ പറ്റി കൂടുതൽ ചോദ്യങ്ങളും സീരീസുമായിട്ട് അരുമ്പാലം മാഷ് വരുന്നുണ്ടാകും. ജനറൽ സയൻസിന്റെ ഭാഗമായിട്ട് അജയ് മാഷ് വരുന്നുണ്ടാകും. അതേപോലെ ഏത് സബ്ജക്റ്റിലാണോ നിങ്ങൾക്ക് സംശയമുള്ളത്, ഏത് സബ്ജക്റ്റിലാണോ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ സപ്പോർട്ട് വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമന്റായിട്ട് രേഖപ്പെടുത്താം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് ഉണ്ടാകും. ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ്റെ ഒരു കമ്പൈലേഷൻ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ്റെ മാക്സിമം ചോദ്യങ്ങൾ RRBയുടെ PYQs ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, സൈലം SSC RRBയുടെ ഏതൊരു ഓഫ്ലൈൻ സെൻറ്ററിൽ പോയാലും നിങ്ങൾക്ക് റീസണിങ്ങിൻ്റെയും ആപ്റ്റിറ്റ്യൂഡിൻ്റെയും ജനറൽ അവയർനെസ്സിൻ്റെയും PYQൻ്റെ ബൾക്ക് കണ്ടന്റ് അവൈലബിൾ ആണ്. ആ ഒരു ബുക്ക് അവൈലബിൾ ആണ്. ഇനി നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് മേടിക്കാനാണ് താല്പര്യമെങ്കിൽ എങ്ങനെയാണ് നിങ്ങളത് മേടിക്കേണ്ടത്, ഏത് നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ താഴെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ പഠനം ഉഷാറായിട്ട് പോകട്ടെ. ബൈ.